സമവായത്തിനും അപ്പുറം ഡോക്ടർ തോംസൺ പരവര നെല്ലിപ്പള്ളി എഴുതുന്നു. സിറോ മലബാർ സഭയിൽ ബലിയർപ്പണവുമായി ബന്ധപ്പെട്ട് ഉരുത്തിരിഞ്ഞ പ്രതിസന്ധിക്ക് വിരാമമായി എന്നുള്ളത് തികച്ചും സ്വാഗതാർഹം തന്നെ. അതോടൊപ്പം തന്നെ നാം ജാഗരൂകരായിരിക്കേണ്ട ചില കാര്യങ്ങൾ ഇവിടെ പരാമർശിക്കാൻ ആഗ്രഹിക്കുന്നു. 1986 ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയുടെ കേരള സന്ദർശനത്തോടനുബന്ധിച്ച് കോട്ടയത്ത് അൽഫോൻസാമയുടെയും ചാവർ പിതാവിന്റെയും വാഴ്ത്തപ്പെട്ടവരായി പ്രഖ്യാപിക്കുന്ന ചടങ്ങിൽ പിതാവ് ഏകപക്ഷീയമായി ഉണ്ടാക്കിച്ച ടെക്സ്റ്റ് ഉദ്ഘാടനം ചെയ്യപ്പെട്ട കാര്യം നമ്മുടെ മനസ്സിൽ ഉണ്ടല്ലോ. യാതൊരു കൂടിയാലോചനകളുമില്ലാതെ മണ്ണൂറാംപറമ്പിൽ അച്ഛനെ കൊണ്ട് ഉണ്ടാക്കിച്ച ആ ടെക്സ്റ്റ് പിന്നീട് പല രൂപതകളിലും നടപ്പിലാക്കപ്പെടുകയുണ്ടായി. 1989 എറണാകുളത്തും ഈ ടെക്സ്റ്റ് നാം നടപ്പിലാക്കി. സീറോ മലബാർ സഭയിൽ കൽദായവൽക്കരണ ശ്രമത്തിന്റെ ഒരു സുപ്രധാന നാഴികക്കല്ലാണ് പൗത്തിൽ പിതാവിന്റെ നേതൃത്വത്തിലുള്ള അന്നത്തെ ലോബി ഇതിലൂടെ നേടിയത്. സീറോ മലബാർ സഭയിൽ ഐക്യം നിലനിൽക്കട്ടെ എന്നുള്ള നല്ല ഉദ്ദേശത്തിലായിരുന്നു അന്നത്തെ നമ്മുടെ വൈദികർ ആ ടെക്സ്റ്റ് നടപ്പിലാക്കാൻ തയ്യാറായത്. എന്നാൽ അത്തരമൊരു സമീപനം എറണാകുളം അങ്കമാലി മേജർ അതിരൂപതയെ സംബന്ധിച്ചിടത്തോളം പിന്നീട് നടന്ന സംഭവങ്ങളുടെ വെളിച്ചത്തിൽ നോക്കിയാൽ ഒരു വലിയ തെറ്റായിപ്പോയി എന്ന് നമുക്ക് സമ്മതിക്കേണ്ടി വരും. അന്ന് സിനഡും ഓട്ടോണോമിയും സീറോ മലബാർ സഭയ്ക്ക് ഇല്ലാതിരിക്കെ എറണാകുളം അങ്കമാലി മേജർ അതിരൂപതയ്ക്ക് വ്യക്തമായിട്ട് കൽദായ ലോബി ഏകപക്ഷീയമായി ഉണ്ടാക്കിയ ആ ടെക്സ്റ്റിനോട് നോ പറയാമായിരുന്നു. അതുവരെ നാം ഉപയോഗിച്ചിരുന്ന കുർബാന ടെക്സ്റ്റ് വളരെ നല്ല പ്രാർത്ഥനകളും ആബേലച്ചൻ രചിച്ച അർത്ഥസമ്പുഷ്ടമായ പാട്ടുകളും നിറഞ്ഞതായിരുന്നു. സ്വയംഭരണ അവകാശം ലഭിച്ചതിനു ശേഷം മെത്രാന്മാരായി നിയമിക്കപ്പെടുന്നവരിൽ കൂടുതൽ പേരും കൽദായ ലോബിയോട് ആഭിമുഖ്യം പുലർത്തുന്ന പുരോഹിതരായിരുന്നു എന്നുള്ളത് ഒരു വസ്തുതയാണ്. ഇങ്ങനെ കഴിഞ്ഞ 32 വർഷം കൊണ്ട് സീറോ മലബാർ സഭയെ മൊത്തത്തിൽ കൽദായ ലോബി റാഞ്ചിക്കൊണ്ടുപോയി എന്ന് പറഞ്ഞാൽ അത്ഭുതപ്പെടേണ്ടതില്ല. ഈ സാഹചര്യത്തിൽ വേണം നമ്മുടെ ഇപ്പോൾ എത്തിച്ചേർന്നിരിക്കുന്ന സമവായത്തെയും കാണാൻ. ഒരു ബലി എല്ലാ കടമുള്ള ദിവസങ്ങളിലും യാതൊരു ദൈവശാസ്ത്ര അടിസ്ഥാനവുമില്ലാത്ത 50-50 ഫോർമുലയിൽ അർപ്പിക്കപ്പെടുമ്പോൾ ഇതിൽ പതിയിരിക്കുന്ന അപകടങ്ങളെക്കുറിച്ച് നമ്മൾ ജാഗരൂകരായിരിക്കേണ്ടത് ആവശ്യമാണെന്ന് എനിക്ക് തോന്നുന്നു. ഭാവിയിലെ പുരോഹിതർക്ക് നേരായ മാർഗമാണോ കാണിച്ചു കൊടുക്കുന്നത് എന്ന് നമ്മളോട് തന്നെ ചോദിക്കേണ്ടതാണ്. ഇതോടൊപ്പം എറണാകുളം അങ്കമാലി മേജർ അതിരൂപതയോട് കൂറു പുലർത്തുന്ന ഒരു ഭരണ സംവിധാനം, അതായത് കൂരിയ, ഭൂമി വിൽപ്പനയിലൂടെ നമുക്കുണ്ടായ സാമ്പത്തിക നഷ്ടം നികത്തുന്നതിനു വേണ്ടിയുള്ള പരിശ്രമങ്ങളും നടക്കും എന്ന് വിശ്വസിക്കുന്നു. എല്ലാറ്റിനുമുപരി ക്രിസ്തുവിന്റെ മൗതിക ശരീരമായ സഭ വെറും ഒരു സ്ഥാപന രീതിയിലല്ല, പ്രത്യുത ക്രിസ്തു ദർശനങ്ങളിൽ ഊന്നിയാണ് പോകേണ്ടത് എന്ന സന്ദേശമാണ് എറണാകുളത്തെ വൈദികരിലൂടെയും അൽമായരിലൂടെയും സഭ മുഴുവനും നാം കൊടുത്തത്. കേവലം ബലിയുടെ അർപ്പണ രീതിയിലുള്ള ഒരു തർക്കം മാത്രമല്ല ഇത്. കഴിഞ്ഞ 33 വർഷമായി കൽദായ ലോബി നടത്തുന്ന ചില സാംസ്കാരിക അധിനിവേശമാണ് നമ്മൾ എതിർക്കുന്നത്. വിരിയിട്ട് മറയ്ക്കുന്ന അൾത്താര, ധൂപക്കുറ്റി വീശുമ്പോൾ മുകളിൽ നിന്ന് താഴത്തേക്ക് വീശുന്നു, വിശറിമണി, കുരിശു വരയ്ക്കുമ്പോൾ വലത്തു നിന്ന് ഇടത്തേക്ക് വരുത്തുന്നു മുതലായ കാര്യങ്ങൾ ഇതിലേതാനും മാത്രം. ചുരുക്കത്തിൽ ഒരുതരം സാംസ്കാരിക അധിനിവേശമാണ് കൽദായ ലോബിയുടെ ലക്ഷ്യം. ഇത് വിശ്വാസ തലത്തിലേക്കും കടക്കുന്നു എന്നുള്ളതിന്റെ ഒരു തെളിവാണ് നൈസിയൻ ക്രീഡിൽ ഇവർ വരുത്തിയിട്ടുള്ള വ്യത്യാസം.